ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷ്വലൈസേഷനെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം വിഷ്വലൈസേഷനെ കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് വിഷ്വലൈസേഷൻ, അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നത്, അത് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ പറയുകയുണ്ടായി അല്ലേ. വിഷ്വലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിഷ്വലൈസേഷനിലൂടെ സാധ്യമാകും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അല്ലേ, ബോധമനസ്സും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ബോധമനസ്സിനെയും പല സബ്ബായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലേക്കിട്ടൊന്നും കടക്കുന്നില്ല. ബോധമനസ്സിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് വിഷ്വലൈസേഷൻ പവറിനെ കുറിച്ച് പറയാം. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന എന്താണ്? നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട കാര്യമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് നമ്മുടെ മനസ്സ് കരുതും. അത് ഉപബോധ മനസ്സ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് തരികയും ചെയ്യും. നമുക്കൊരു വിഷമം ഉണ്ടായി, ഒരു സങ്കടം ഉണ്ടായി, നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം ആലോചിക്കും തോറും നമുക്ക് അടുത്ത സങ്കടം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് ഉപബോധ മനസ്സ് ശ്രമിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും ദുഃഖം ഒന്നിനു പുറകെ ഒന്നായിട്ട് സങ്കടത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സ് ദുഃഖങ്ങളെയും വിഷമങ്ങളെയും അട്രാക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുതരികയാണ്. അതിനെന്താണ് പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മുടെ മനസ്സ് കരുതും. കാരണം ഒരു മനുഷ്യൻ ജനിച്ച് ജീവിക്കുന്ന കാലം മുതൽ, ഓർമ്മ വെക്കുന്ന കാലം മുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒക്കെയും നമ്മുടെ മനസ്സിന്റെ കളികളിലൂടെയാണ്. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല. കാരണം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും കാരണം ഈ മനസ്സാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുഃഖങ്ങളുടെ പ്രധാന പങ്ക് വഹിക്കുന്നയാൾ നമ്മുടെ ഉപബോധ മനസ്സാണെന്ന് ഇനിയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഉപബോധ മനസ്സ് പലപ്പോഴും നമ്മളെ വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ചിന്തകളിലൂടെ സങ്കടങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു അല്ലെ. അതെങ്ങനെയാണ് ഉപബോധ മനസ്സ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഇങ്ങനെ ചുറ്റിനും നോക്കി കാണുമ്പോൾ എൻ്റെ ലൈഫായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മുന്നത്തെ എൻ്റെ ലൈഫും ഇപ്പോഴത്തെ എൻ്റെ ലൈഫും തമ്മിൽ ഞാൻ ഒരു കമ്പാരിസൺ ചെയ്തതിന്റെ ഭാഗമായിട്ട് പറയാം. നമ്മുടെ ജീവിതത്തില് നമുക്ക് ആർക്കെങ്കിലും വീട്ടിലൊരു അസുഖം വന്നു, കുറെ അധികം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി, നമ്മൾ ആ അസുഖത്തിൽ നിന്ന് തരണം ചെയ്തു. ഓക്കെ, നമ്മളൊന്ന് നിവർന്ന് നിൽക്കാൻ നമ്മളെല്ലാം ഒന്ന് സ്റ്റേബിൾ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നു, വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ നിരന്തരം സംഭവിച്ചിട്ടുണ്ടോ? എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ ഒരു തവണ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് ഒരുപാട് പൈസ പോകുകയും ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് തന്നെ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപബോധ മനസ്സ് എന്ത് ചെയ്യും? അതിന്റെ വിചാരം ഇതാണ് വേണ്ടത്, അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് കൊണ്ടുത്തരും. വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ നമുക്ക് തന്നെയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരും, അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. നമ്മുടെ വിഷ്വലൈസേഷൻ പവർ തന്നെയാണ് നമ്മളെ ഈ ദുഃഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ അറിയാതെ പോകുന്നു. മറന്നു പോകുന്നതല്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ശരിക്കും അതാണ് സംഭവിക്കുന്നത്. ഒരു 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 10,000 രൂപ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതൊരു എക്സാമ്പിൾ ആണേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ കിട്ടി. ഓക്കെ, നമ്മൾ സേഫ് ആയി, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിക്കുമ്പോൾ ഒരു 15 വർഷം മുന്നേ നമ്മൾ ആർക്കെങ്കിലും ഒരു 1000 രൂപ കൊടുക്കാനുള്ള വ്യക്തി ഉൾപ്പെടെ ഈ 10,000 രൂപ കിട്ടിയ മൊമെന്റിൽ കറക്റ്റ് ആയിട്ട് വിളിക്കും. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ അനുഭവം? എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കേട്ടോ. അപ്പം ഈ ചിന്തകൾ എന്താണ്? പെട്ടെന്ന് തന്നെ ഈ 10,000 രൂപ കിട്ടി, നമ്മൾ വിഷമങ്ങളെ അല്ലെങ്കിൽ തൽക്കാലം നമുക്കൊന്ന് പിടിച്ചു നിൽക്കാവുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ലോകത്തുള്ള സകലമായ ആൾക്കാർ നമുക്ക് ഈ 10,000 രൂപ കിട്ടിയത് ആരോ വിളിച്ചു പറഞ്ഞിട്ടെന്നോണം ലോകത്തുള്ള സകലമായ ആൾക്കാരും നമ്മളെ എന്ത് ചെയ്യും? വിളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും ഞാൻ ആലോചിക്കും, ദൈവമേ എനിക്ക് ഈ പൈസ കിട്ടിയത് എങ്ങനെ ഇവരറിഞ്ഞു? അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അവർ തന്നെ അത് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ എന്നോണം തരികയോ ഒക്കെ ചെയ്തതായിരിക്കും. മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതും ഈ മനസ്സിന്റെ കളിയാണ്. കാരണം ഈ 10,000 രൂപ കിട്ടി നമ്മൾ ഡേഞ്ചർ സോണിലേക്ക് പോകുന്നു എന്നാണ് മനസ്സ് വിചാരിക്കുന്നത്. കാരണം ഇത്രയും നാള് വിഷമങ്ങളും പ്രയാസങ്ങളും ആലോചിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് 10,000 രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തിക്ക് സന്തോഷം വരുമ്പോൾ പാവം മനസ്സിന്റെ വിചാരം എന്താണ്? അയ്യോ പാവം ഈ വ്യക്തി എന്താണ്
ഡേഞ്ചർ സോണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സേഫ് സോണിലോട്ട് ആക്കണം. ഈ സേഫ് സോണിലോട്ട് മനസ്സ് നമ്മളെ ആക്കുന്നതിന്റെ ഭാഗമാണ് വീണ്ടും നമുക്ക് തോരാത്ത ദുഃഖം കൊണ്ടുത്തരുന്നത്. കാരണം എന്താണ്? നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കടങ്ങളെയാണ്. അതിനറിയില്ല സങ്കടങ്ങളല്ല നമുക്ക് വേണ്ടത്, സന്തോഷമാണ് വേണ്ടതെന്നുള്ളത് പാവം മനസ്സിനറിയില്ല. ഇതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. എപ്പോഴും സങ്കടത്തെക്കുറിച്ച് ആലോചിക്കുകയും വിഷമത്തെക്കുറിച്ച് ആലോചിക്കുകയും എപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷനുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടല്ല, അങ്ങനെ സംഭവിക്കാൻ പോകുന്നതായിട്ട് നമ്മൾ തന്നെ വിഷ്വലൈസ് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി അത് അട്രാക്ട് ചെയ്ത് കൊണ്ടുതരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, ബോധപൂർവം ഉപബോധ മനസ്സിനെ മെരുക്കാൻ പഠിക്കണമെന്ന്. എങ്ങനെയാണ് ബോധപൂർവം ഉപബോധ മനസ്സിനെ മെരുക്കാൻ പഠിക്കുന്നത്? അതൊരു ടെക്നിക്കാണ്. വളരെ രസകരമായ ഒരു ടെക്നിക്കാണ്. കുറച്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വിഷ്വലൈസേഷനിലൂടെയും ലോ ഓഫ് അട്രാക്ഷൻ തിയറികളിലൊക്കെ നമ്മൾ വിശ്വാസത്തോടു കൂടി ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് നടക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. നടന്നു കഴിയുമ്പോൾ ഉള്ള ഫീലിനെ നമ്മൾ, ആ ഹാപ്പിനെസ്സിനെ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് 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 കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ 10-21 ദിവസത്തോളം, അല്ലെങ്കിൽ ഒരാഴ്ച കാലത്തോളം നമ്മളിങ്ങനെ നിരന്തരം ആലോചിക്കുക. നിരന്തരം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ബോധമനസ്സിന് മനസ്സിലായി തുടങ്ങും, ഈ വ്യക്തിക്ക് വേണ്ടത് ഇന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇന്നതിനെയൊക്കെ അട്രാക്ട് ചെയ്ത് കൊണ്ട് കൊടുത്തേക്കാമെന്ന് ബോധമനസ്സ് ചിന്തിക്കും. ഇതാണ് ശരിക്കും ബോധ മനസ്സിന്റെ കളി എന്ന് പറയുന്നത്. അത് തെറ്റായ ചിന്തകളിലൂടെ പോകുന്നതിന് കാരണക്കാര് നമ്മൾ മാത്രമാണ്. ലോകപ്രശസ്ത നോവലായ ഹാരി പോട്ടർ എഴുതിയ എഴുതിയൊരു ലേഡിയുണ്ട്. അവരുടെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. ആ ലേഡി അവരുടെ ജീവിതത്തില് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ട് വായിച്ചപ്പോ എനിക്ക് അതിനകത്തൊന്ന് മനസ്സിലായി. അവര് ആ ലേഡിയുടെ പേരറിയാമെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ പിന്നെ ഗൂഗിൾ കയറി നോക്കുന്നുണ്ട്. അപ്പം അവര് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയായിരുന്നു. ഒരുപാട് പാവപ്പെട്ട വീട്ടിലെ ഒരു ലേഡി ആയിരുന്നു. ഭർത്താവ് ഒരു സ്ഥിരം മദ്യപാനിയായിരുന്നു. മദ്യപിച്ചവരെ ഒരുപാട് ഉപദ്രവിക്കുകയും മാനസിക സംഘർഷങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്ന് അതിൽ നിന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം പക്ഷെ ഇവർ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇവർക്ക് എന്ത് ജീവിതമാണോ വേണ്ടത് അതിനെക്കുറിച്ച് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. എന്നും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അതൊരു ഇമാജിനേഷൻ പവറിലേക്ക് കൊണ്ടുവരികയും അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിങ്ങനെ ഇന്ന വഴികളിലൂടെ ഞാൻ ഇന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഇമാജിൻ ചെയ്തു, സ്വപ്നം കണ്ടു. ഒരു മെഡിറ്റേഷൻ പോലെ അത് ചെയ്തു. പതുക്കെ ഭർത്താവിന്റെ ഉപദ്രവം കൂടി വരികയും തന്റെ കുഞ്ഞിലേക്കൂടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ അവർ ആ സ്ഥലത്ത് നിന്ന് നാട് വിട്ടു പോകുന്നു. ഒരു ചെറിയ ജോലിക്ക് ചെല്ലുന്നു. അവിടെ കഥകൾ എഴുതി ഒരാൾക്ക് സ്ഥിരമായിട്ട് അയക്കുന്നു. ജസ്റ്റ് ഒരു രത്ന ചുരുക്കം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ അവർ കഥ ഒരാള് കാണുകയും അത് ഇഷ്ടപ്പെടുകയും അവരെ ലോക പ്രശസ്തയായ ഒരു നോവലിസ്റ്റായിട്ട് മാറാൻ വഴിയൊരുങ്ങി. അവരേത് ജീവിതമാണോ ആഗ്രഹിച്ചത് ആ ജീവിതത്തിലേക്ക് അവർ പതുക്കെ വന്നു ചേരുന്നു. എങ്ങനെ വന്നു ചേരുന്നു? മനസ്സ് അതിന് വേണ്ട വഴികളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. കാരണം എന്താണോ നമ്മുടെ ആൽഫ ടൈം എന്ന് പറയല, നമ്മൾ ഉണർന്ന് 15 മിനിറ്റ് സമയവും ഉറങ്ങുന്നതിന് 15 മിനിറ്റ് സമയവും മുന്നുള്ളത് നമ്മുടെ ആൽഫ ടൈം ആണ്. ആ ടൈമിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ എനർജി ലെവൽ ഹൈ ആകും, നമ്മുടെ വൈബ്രേഷൻ ഹൈ ആകും, നമ്മുടെ ഊർജം, നമ്മുടെ ചിന്തകളുടെ തരംഗങ്ങളെ യൂണിവേഴ്സ് സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് തിരികെ തരും. ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി, ഒരു ബോൾ ഭിത്തിയിലേക്ക് എറിയുന്നത് പോലെയാണ് ചിന്തകളെ നമുക്ക് തിരിച്ച്, നമ്മുടെ ചിന്തകൾ എന്താണോ അത് ഈ പ്രപഞ്ചത്തിലേക്ക് ചെന്ന് തട്ടിയിട്ട് അത് തന്നെ നമുക്ക് തിരിച്ചു വരും. അപ്പൊ ബോധപൂർവം നമ്മൾ എത്ര വിഷമമാണേലും സങ്കടമാണേലും നമുക്ക് എന്താണോ നേടിയെടുക്കാനുള്ളത് അതിനെ കുറിച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇമാജിനേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും. ഇതാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ തിയറിയിൽ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ തിയറി അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഇത് വിശ്വസനീയമായ ഒന്നാണ്. ആദ്യം അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് തോന്നും ഇത് അവിശ്വസനീയമാണ്, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് വിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് ഇപ്പോഴും പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തുകൊണ്ട് ദുഃഖങ്ങൾ വരുന്നു എന്ന് ചിന്തിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു. പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അതിനുവേണ്ടി. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ
പങ്കെടുക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ സമയമൊക്കെ പരിമിതി മൂലം എനിക്ക് ഇതിനൊന്നും സാധിച്ചില്ല. ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു, ചർച്ചകൾ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായ വലിയൊരു സത്യമാണ് ഉപബോധ മനസ്സിന്റെ ഈ വലിയൊരു കളി. ഉപബോധ മനസ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് സങ്കടമായാലും സന്തോഷമായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ ചിന്തകൾക്കുള്ളതാണ്. കാരണം എന്താണ്, നമ്മുടെ കൈ നമുക്ക് കാണാം അല്ലെ, കണ്ണുകൾ കാണാം, മൂക്ക് കാണാം, വാ കാണാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കാണാം. പിന്നെ ഇന്റേണൽ ഓർഗൻസ് ഉണ്ട് അല്ലെ, അതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. ഇന്ന അവയവങ്ങളൊക്കെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ മനസ്സെന്ന് പറയുന്ന സംഭവം എവിടെയാണ് അറിയാവോ? അതിനെ കുറിച്ച് ഏതെങ്കിലും ഡോക്ടർമാർ മനസ്സെന്ന് പറയുന്ന ഒരു അവയവത്തെ കണ്ടുപിടിച്ചതായിട്ട് അറിയുമോ? ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ള വിശ്വാസമാണ് അല്ലെ. ആ വിശ്വാസത്തിന് പുറത്ത് നമ്മുടെ ചിന്തകൾ സഞ്ചരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ചിന്തകളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് നിസ്സാരക്കാരനാണോ? കാണാൻ കഴിയാത്ത, ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അവയവം ചെയ്യുന്ന കാര്യമാണ് ഇത് മുഴുവനും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ ചിന്തകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളത് വിശ്വസിക്കുന്നുണ്ട് അല്ലെ. ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സാധാരണ വീട്ടിലിരുന്നാലും നമുക്ക് ഇന്തോനേഷ്യയിലോ US-ലോ ഒക്കെ പോകാൻ സാധിക്കുന്നുണ്ട് അല്ലെ. പോകുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോയി പടം കാണാറില്ലേ? ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നമ്മുടെ മനസ്സ് നമ്മളെ സഞ്ചരിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുള്ളതാണ്. അതുമുളക്ക് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ തിയറി. മനസ്സുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനും ഉണ്ട്. കാരണം എന്താണ്, ഈ മനസ്സിന്റെ സഞ്ചാരത്തിന് ലോ ഓഫ് അട്രാക്ഷൻ വഴിയൊരുക്കി കൊടുക്കുകയാണ്. കാരണം പ്രപഞ്ചത്തിലേക്ക് പോകുന്ന എല്ലാ ചിന്തകളെയും പ്രപഞ്ചം എന്ത് ചെയ്യുന്നു? തിരികെ ഊർജമാക്കി നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു. നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് അല്ല എങ്കിൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ആ നെഗറ്റീവ് ചിന്തകൾ തരുന്നതാണ്. നമ്മുടെ ചിന്തകൾ എപ്പോ മുതൽ പോസിറ്റീവായി തുടങ്ങുന്നുവോ അപ്പോ മുതൽ നമ്മൾ ഹൈ എനർജി വൈബ്രേഷനിലുള്ള ഒരാളായിട്ട് മാറുകയും ഹൈ എനർജിയിലുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുകയും അതേ ലെവലിലുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണത്തിലൂടെ നമുക്ക് ഹൈയിലെത്താൻ സാധിക്കും. കാരണം പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. ചിലർ ഞാൻ കുറെ നാളുകൾക്ക് മുന്നേ ചിന്തിച്ചിട്ടുണ്ട്, എന്നിട്ട് കുഞ്ഞിന് അസുഖം വന്നു, കുഞ്ഞിന്റെ അസുഖം എല്ലാം ഓക്കെ ആയി, ഒന്നും നിവർന്ന് നിന്നപ്പോ അല്ലെങ്കിൽ 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ അടുത്ത ആൾക്ക് അസുഖമായി. അതെല്ലാം കഴിഞ്ഞൊന്ന് നിവർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോ, ഒന്ന് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് മാത്രമല്ല, എന്റെ ചുറ്റിനുമുള്ള പലരെയും ഞാൻ ഒബ്സർവ് ചെയ്തു. ആ ഒബ്സർവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമാജിനേഷൻ പവർ ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളാണ് നമുക്ക് എല്ലാം കൊണ്ടുതരുന്നത്. അത് നമ്മുടെ ചുറ്റിനും കാണുന്ന മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് നോക്കുകയാണല്ലോ, അതങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതം എടുത്ത് നോക്കുകയാണല്ലോ, അതങ്ങനെ തന്നെയാണ്. എല്ലാ ചുറ്റിനുമുള്ള എല്ലാത്തിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ തിയറി ഇങ്ങനെ പ്രാക്ടിക്കലായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. എന്റെ ചിന്തകളല്ല ഒന്നിനും കാരണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എപ്പോ മുതൽ ഞാൻ എന്റെ ചിന്തകളുടെ വഴി മാറ്റി വിടാൻ തുടങ്ങിയോ അപ്പൊ മുതൽ ഞാൻ എന്ത് പ്രശ്നം വന്നാലും ഹാപ്പി ആയിട്ടിരിക്കാനും അതിനകത്തൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. അപ്പൊ എന്റെ ഈ അനുഭവങ്ങളൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയുടെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യം, അല്ലെങ്കിൽ ഈ അധികം ആർക്കും അറിയാത്ത, എന്നാൽ ഇന്ന് ഒരുപാട് പേരിൽ ഇതിലേക്ക് വരുന്ന ഒരു സത്യമാണിത്. കാരണം ഇന്ന് ഈ ചിന്തകൾ ഒരുപാട് പേരിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യൂട്യൂബ് പോലുള്ള ചാനലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസും ഒക്കെ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു തിയറിയാണ്. നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ ഇമാജിനേഷൻ പവർ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സക്സസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു മനുഷ്യൻ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് ഫ്രീക്വൻസിയിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഫ്രീക്വൻസിയിലായിരിക്കും ഇരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പോസിറ്റീവ് ആയിരുന്നിട്ട് ഒരു നിമിഷ നേരം കൊണ്ട് നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ അത്രയും നേരം സ്വരുക്കൂട്ടിയ നമ്മുടെ പോസിറ്റീവ് എനർജി ഇല്ലാതാവുകയാണ്. ആ ഒരു ഫ്രീക്വൻസി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ചെയ്ത് അവിടെ പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരികയും ചെയ്യണം. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 5 ദിവസം ചെയ്തു, 7 ദിവസം ബാക്കി 2 ദിവസം നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ 7 ദിവസം പൂർത്തിയായി. ഒരാഴ്ചയിൽ 7 ദിവസം പൂർത്തിയായി. പക്ഷെ നമ്മൾ 5 ദിവസം
പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിന്റെ ഫലം കൂടി 2 ദിവസം നമ്മുടെ ദേഷ്യം കൊണ്ടും വഴക്ക് കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ഇല്ലാതാകുകയാണ്. അപ്പൊ ഏത് അവസ്ഥയിലായിരുന്നാലും മനസ്സിനെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കണം. ആവശ്യമില്ലാത്തൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ മൊമെന്റ് ക്യാൻസൽ എന്ന് പറയുക. നമ്മൾ നെഗറ്റീവ് ചിന്തയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്ന ആ സെക്കൻഡിൽ ക്യാൻസൽ പറയുക. എന്നിട്ട് ബോധപൂർവം നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് കാര്യം കൊണ്ടിരിക്കുക. ബോധപൂർവം തന്നെ കുറെ നാൾ അത് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അല്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്ന സമയത്തും ഈ പോസിറ്റീവ് കാര്യങ്ങൾ വരികയുള്ളൂ. ഇതിന്റെ ബാക്കിയായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരും. കാരണം ഇമാജിനേഷൻ പവർ എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, മാനിഫെസ്റ്റേഷൻ എന്താണ്, ക്രിയേറ്റിവിറ്റി എന്താണ്, നമ്മുടെ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാം, ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല. അത്രത്തോളം ഉണ്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേ വിഷയമായി അടുത്തൊരു വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസം കാണും വരെ ബൈ.